നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനൊരു കാര്യം ആദ്യമായിട്ട് അഭ്യർത്ഥിക്കട്ടെ. നമുക്ക് മാധ്യമങ്ങൾ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഏതാണ്ട് കുറേയേറെ ശരിയും എന്നാൽ കുറേയേറെ തെറ്റായതുമായ കാര്യങ്ങളുണ്ടാകാം. മാധ്യമങ്ങൾ പാനിക്കാവുന്ന ശ്രമത്തിൽ നിന്ന് മാറ്റി ആളുകളോടെല്ലാം അവരവരുടെ സ്ഥലങ്ങളിൽ സുരക്ഷിതരാവുക എന്ന കാര്യമാണ് ആദ്യം അറിയിക്കേണ്ടത്. അനാവശ്യമായ ആളുകൾ കൂടുതലായി അങ്ങോട്ട് തുടർച്ചയായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുന്നത് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ട്രെയിൻഡായ ആളുകൾക്ക് ആ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളിൽ നിന്ന് മാറ്റപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോ NDRFന്റെ രണ്ടാമത്തെ ടീമും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാനും സമയങ്ങൾക്കകം അവരവിടെ എത്തിച്ചേരും. പാലത്തിനകത്ത് തകർന്നുവെന്നും എന്നാൽ മണ്ണ് മൂടി കിടക്കുകയാണെന്നുള്ള 2 വാർത്തകളുണ്ട്. പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്നതല്ല. കളക്ടറുടെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിന്റെ 2 യൂണിറ്റ് കണ്ണൂരിൽ നിന്ന് രാവിലെ 4 മണിക്ക് തന്നെ 4-4:30 തന്നെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എയർഫോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ അഡ്വാൻസ് ലൈഫ് ഹെലികോപ്റ്റർ എന്ന് പറയാവുന്ന 2 സംവിധാനങ്ങളെ ഇപ്പോ അങ്ങോട്ട് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. 7 മണിയോടുകൂടി അവർക്ക് യാത്ര തിരിക്കാനാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് തെക്കോട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനങ്ങളോട് മുഴുവൻ അങ്ങോട്ട് യാത്ര തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഴ ഇന്ന് പകൽ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അപ്പൊ അതുകൊണ്ട് മഴയുടെ പ്രശ്നങ്ങൾ കൂടി ഉള്ളത് കൊണ്ടുള്ള ചെറിയ പ്രയാസങ്ങളുണ്ട്. അത്രയാണ് ഇപ്പോൾ ഉള്ളത്. മനുഷ്യ സാധ്യമായ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4:30 മണി മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഫോണിലൂടെയും നെറ്റ് സൗകര്യങ്ങളോട് കൂടിയും ഈ സംവിധാനങ്ങളെ ബന്ധപ്പെടുത്താൻ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൈന്യം ഉൾപ്പെടെ നമുക്ക് കൊടുക്കാവുന്ന എല്ലാ സംവിധാനങ്ങളെയും ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. മന്ത്രിമാർ തന്നെ അങ്ങോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവഹിക്കും. അതുകൊണ്ട് ആളുകൾ അനാവശ്യമായി തീർച്ചയായും നമ്മൾ പാനിക് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല മിനിസ്റ്റർ. താങ്കൾക്ക് അങ്ങനെയല്ല പറഞ്ഞത്. അല്ല സാർ, ഇതിന്റെ ഒരു അവസ്ഥ നമ്മൾ നൂറുദ്ദീൻ എന്ന അവിടുത്തെ വാർഡ് മെമ്പറുമായി നേരത്തെ സംസാരിച്ചിരുന്നു സാർ. അപ്പോൾ അദ്ദേഹം ഈ മുണ്ടക്കൈ മേഖലയിൽ തന്നെ ഉള്ളയാളാണ്. അദ്ദേഹം പറയുന്നത് 20 പേരെ നിലവിൽ കാണാതായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ വിവരം ലഭിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളെയും സാർ മനസ്സിലായി. ആ മുണ്ടക്കൈ മേഖലയാണ് നമുക്കിപ്പോൾ ആശങ്കയുണ്ടാക്കുന്നത്. അവിടെ 70-ലധികം വീടുകൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യങ്ങളെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റും ആ കാര്യത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയുണ്ട്. സാധ്യമായതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ പിന്നെ സൂര്യൻ ഉദിച്ച് കാര്യങ്ങൾ ലഭ്യമാകുമ്പോൾ നമുക്ക് കൂടുതൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും ആധികാരികതയ്ക്ക് വേണ്ടിയാണ് താങ്കളെ തന്നെ വിളിച്ചത്. താങ്കൾ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കലും മുഖ്യമന്ത്രി ഉൾപ്പെടെ നമുക്ക് എടുക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ. തീർച്ചയായും ഈ സംവിധാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് തിരിക്കുന്നു എന്നത് ആശ്വാസകരവുമാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം തിരക്കുകളിലാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. 3 മന്ത്രിമാർ ഏതായാലും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്നത് തന്നെയാണ്. പക്ഷേ ആളുകൾ പാനിക്കായി അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഈ രക്ഷാപ്രവർത്തകരെ അവിടേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്നാണ് മന്ത്രിയും പറയുന്നത്. അദ്ദേഹത്തോടെ കുറച്ചുകൂടി കഴിഞ്ഞാൽ